മലപ്പുറത്ത് നിന്ന് വേങ്ങരയിലേക്കുള്ള അവസാന ബസ് പോയാൽ വാദിസ്ലാമിൽ തന്നെ കിടന്നുറങ്ങുന്ന പതിവുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറഞ്ഞാൽ സംഘടന ജോലിക്ക് ഏൽപ്പിച്ചതോ അതല്ലെങ്കിൽ ശമ്പളത്തിന് ഏൽപ്പിച്ചതോ ഒന്നുമായിരുന്നില്ല, മറിച്ച് മഹത്തായ ഈ പ്രസ്ഥാനത്തിന് തന്റെ ബാല്യം, കുടുംബമോ രക്ഷിതാക്കളോ ഒന്നുമേ ഇല്ലാത്ത തന്റെ ബാല്യം ഈ പ്രസ്ഥാനത്തിനു വേണ്ടി സമർപ്പിച്ച കൂട്ടുകാരൻ ദീനി ദഅവത്തിന് വേണ്ടി മാത്രമായി തന്റെ ജീവിതം സമർപ്പിച്ചപ്പോ അൽഹംദുലില്ലാഹ് ആ നിഷ്കളങ്കമായ ആ പ്രവർത്തകനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞ് ഒരാഴ്ചക്ക് ശേഷം ഇപ്പോൾ ജോലി ചെയ്യുന്ന അൽ ഐനിൽ നിന്ന് യാദൃശികമായി ഒരു ബാർബർ ഷാപ്പിൽ കയറി ഇരിക്കുന്ന സമയത്ത് അവിടെയുള്ള മലയാളിയായ സഹോദരനെ പരിചയപ്പെടുകയും യാദൃശികമായി അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ പ്രദേശം എന്റെ ഏകദേശം അടുത്തൊരു പ്രദേശമായിരുന്നു. അദ്ദേഹം വളരെ ചുരുങ്ങിയ കാലം 6 മാസത്തോളം കാരാത്തോട് എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ ബാർബറായി ജോലി ചെയ്ത ഒരാളായിരുന്നു. ആ ചെറുപ്പക്കാരൻ ഒരു പക്ഷേ റേഡിയോയിലൂടെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നുണ്ടാകും ഞാൻ മനസ്സിലാക്കുന്നു. തീർത്തും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായിരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെയും പ്രസ്ഥാനത്തെയും നേതാക്കളെയും നിശിതമായി വിമർശിക്കുന്ന ആ സുഹൃത്ത് അന്ന് എന്നോട് പറഞ്ഞു, ഈ കാരാത്തോട് 6 മാസം ജോലി ചെയ്ത വ്യക്തിയാണ് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായി ഞാൻ ചോദിച്ചു, നമ്മുടെ നാട്ടുകാരനായ ഒരു അബ്ദുള്ള കഴിഞ്ഞ ദിവസം SSFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വാഹനം അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട വാർത്ത നിങ്ങൾ അറിഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഒരിക്കൽ കൂടി അദ്ദേഹം എന്നോട് ചോദിച്ചു, തൊപ്പിയിട്ട് ഫുൾ കൈ ഷർട്ടുമൊക്കെ ഇട്ടിരുന്ന കാരാത്തോട് അങ്ങാടിയിൽ നടന്നിരുന്ന അബ്ദുള്ള തന്നെയാണോ എന്ന്. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്ന. ഏതായിരുന്നാലും അബ്ദുള്ളയുടെ ഫോട്ടോ മൊബൈലിൽ കാണിച്ച് നമ്മുടെ അബ്ദുള്ള മരണപ്പെട്ടു എന്ന വാർത്ത ഒരിക്കൽ കൂടി സ്ഥിരപ്പെടുത്തി ഞാന് അന്ന് ആ സുഹൃത്തിനോട് പറഞ്ഞപ്പോ പെട്ടെന്ന് ഏതോ ഒരു പാകിസ്ഥാനി സഹോദരന്റെ മുഖം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ആ മലയാളിയായ കാരാത്തോട് എന്ന ഗ്രാമത്തെ 6 മാസം മാത്രം പരിചയമുള്ള ആ മലയാളിയായ ലീഗുകാരനായ സുഹൃത്ത് എന്നോട് സംസാരിക്കുന്നതിനിടയിൽ ഇടറുന്ന കണ്ണുകളോടെ പെട്ടെന്ന് കണ്ണ് നിറയുന്നതും അദ്ദേഹം കണ്ണ് തുടക്കുന്നതും ഞാൻ നേരിട്ട് കണ്ട് സാക്ഷ്യപ്പെടുത്തി. ഞാൻ പറഞ്ഞു വരുന്നത്, വെറും 6 മാസം ഒരു ബാർബർ ഷാപ്പിൽ ജോലി ചെയ്തിരുന്ന സുഹൃത്ത് വാർത്ത അറിഞ്ഞപ്പോ യാദൃശികമായി കണ്ണു നിറയാനും വെള്ളം നിറയാനും സങ്കടപ്പെടാനും ഉണ്ടായ കാരണം എന്താണെന്ന് ഇയാളോട് ചോദിച്ചപ്പോ അദ്ദേഹം പറയുകയായിരുന്നു, ഞങ്ങൾ നിരവധി പരിഹസിക്കാറുണ്ട്, പലപ്പോഴും കളിയാക്കാറുണ്ട് അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങളും. റൂമിൽ പലപ്പോഴും ബാർബർ ഷാപ്പിൽ ഞങ്ങൾ ഗാനങ്ങളും സിനിമാ പാട്ടും മറ്റും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അബ്ദുള്ള വന്ന് പറയുമായിരുന്നു, നിങ്ങൾ എന്തിനാണ് യുവത്വം ഇങ്ങനെ ചെലവഴിക്കുന്നത്, എന്തിനാണ് ഈ അനാവശ്യം കേട്ടുകൊണ്ടിരിക്കുന്നത്, വല്ല ബുർദയോ സ്വലാത്തോ അതല്ലെങ്കിൽ നല്ല പേരോട് ഉസ്താദിന്റെ വയലോ ഒക്കെ വെച്ചുകൂടെ എന്ന് പറയുകയും പലപ്പോഴും സൗജന്യമായി സിറാജ് ദിനപത്രം ഞങ്ങളുടെ കടയിൽ കൊടുന്നിടാനും അതുപോലെ റിസാല വാരിക സൗജന്യമായി മറ്റുള്ളവർ വായിച്ചതും മറ്റും ആളുകൾ വായിക്കാനും പുഞ്ചിരി മാത്രം സമ്മാനിച്ച് ഒരു മറുപടി പോലും പറയാതെ നടന്നു നീങ്ങിയിരുന്ന ആ സുഹൃത്ത്, ഞങ്ങളേറെ പരിഹസിച്ച് കളിയാക്കിയിരുന്ന ആ സുഹൃത്തിന്റെ മരണവാർത്ത അറിഞ്ഞ് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഓർത്തിട്ട് ഞാൻ സങ്കടപ്പെട്ടുപോയി എന്ന് അന്ന് പറഞ്ഞെങ്കിൽ, തീർത്തും ഇന്നത്തെ കലുഷിതമായ അന്തരീക്ഷത്തിൽ വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരന് SSFന്റെ ഒരു പ്രവർത്തകന്റെ തീർത്തും താൻ എതിർക്കുന്ന ഒരു പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്റെ മരണവാർത്ത അറിഞ്ഞപ്പോ കണ്ണു നിറഞ്ഞെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഇന്ന് കേരളത്തിൽ നിരവധി മരണവാർത്തകളും അപകട മരണങ്ങളും സ്വന്തം കുടുംബങ്ങളും നാട്ടുകാരും ഒക്കെ മരിച്ചു. മരണവാർത്ത ഏറ്റവും കൂടുതൽ പത്രങ്ങളിലെ മരണവാർത്ത ബീഭത്സമായ രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ബർമ പോലത്തെ മുസ്ലിം രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് വളരെ നിഷ്ഠൂരമായ കൊലപാതകങ്ങളുടെ ചിത്രങ്ങളടക്കം സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ ദർശിക്കുന്ന ഒരു സമയത്ത് അഫ്ഗാനിലും ഇറാഖിലും ഫലസ്തീനിലും ഒക്കെയായി പിഞ്ചുബാല്യങ്ങൾ പിടഞ്ഞു വീഴുന്ന രംഗം ദിനേന കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുമ്പിൽ ഒരു സുഹൃത്തിന്റെ മരണവാർത്ത ഇതുപോലെ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കണ്ണ് നനയിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ആലോചിക്കേണ്ടതുണ്ട്. SSF എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ഒരു പ്രവർത്തകന്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളാണ് തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ആ അബ്ദുള്ള SSFന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം മദീന മഖ്തൂമിൽ നടക്കുന്ന സ്ഥിതി SSFന്റെ സമ്മേളനം എഴുതാനിരിക്കുന്ന സമയത്ത് പ്രദേശത്തെ സാമൂഹിക ദ്രോഹികൾ അന്ന് വേൾഡ് കപ്പ് ഫുട്ബോളിനോട് അടുത്ത സമയമായിരുന്ന സമയത്ത് അവിടെ അർജന്റീന, ബ്രസീൽ, ഇംഗ്ലണ്ട് എന്നൊക്കെ എഴുതി വെച്ച് തീർത്തും പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയപ്പോ
അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ ഏറെ പാടുപെട്ട ഞങ്ങൾ ഒരു തന്ത്രം പ്രയോഗിച്ചു. തൊട്ടടുത്ത പ്രദേശത്ത് ഒന്നരായ വടശ്ശേരി അസംസ്ലിയാരുടെ ഒരു പ്രഭാഷണം നടക്കുന്ന നോട്ടീസ് ഇവർ അർജന്റീന ബ്രസീൽ എന്ന് ഞങ്ങൾ വൈറ്റ് വാഷ് ചെയ്തതിന്റെ മേലെ എഴുതി വെച്ചപ്പോ അവരെ തിരിച്ചറിയാൻ വേണ്ടി സ്വാഭാവികമായും വീണ്ടും ആ എഴുത്തിന്റെ മേലെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് വടശ്ശേരി ഉസ്താദിന്റെ പ്രഭാഷണം ഒട്ടിച്ചപ്പോ പ്രദേശത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന, ഒപ്പം ചില തീവ്രവാദ വിഘടനവാദ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന 1-2 കൂട്ടുകാർ ഓടി വന്ന് ഞങ്ങളെ പിടികൂടുകയും പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയും അവിടെ ഒരു സംഘർഷത്തിന്റെ വക്കിലെത്തി നിൽക്കുകയും അന്ന് രാത്രി തന്നെ ഒരുപാട് പൈസ മുടക്കി വേങ്ങര ടൗണിലെ ഒരു പ്രമുഖ സ്ഥാപനത്തിന്റെ ചെലവിൽ വെച്ച SSFന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ബോർഡ് മൊത്തം കീറിക്കളഞ്ഞ് നശിപ്പിക്കുകയും ചെയ്ത് ആകെ ഒരു സംഘർഷത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന സമയത്ത് പ്രദേശത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ കക്ഷികളും അമുസ്ലിം സഹോദരങ്ങളും അടക്കം അവരാരൊക്കെയാണ് ചെയ്തതെന്നും ഇന്നലെ രാത്രി ഇതൊക്കെ ചെയ്തത് ആരാണെന്നും വ്യക്തമായി ഞങ്ങൾക്കറിയാം, നമുക്ക് പോലീസിനെ വിളിക്കാം, പ്രശ്നമുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് വല്ലാത്തൊരു സംഘർഷാവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അബ്ദുള്ള കാരാത്തോട് എന്ന് പറയുന്ന അന്നത്തെ SSFന്റെ ഊരകം പഞ്ചായത്ത് സെക്രട്ടറി പ്രദേശത്തെത്തുകയും അദ്ദേഹം നേരിട്ട് മുസ്ലിം ലീഗിന്റെ അന്നത്തെ സജീവ നേതാവും കുഞ്ഞാലിക്കുട്ടിയുടെ സഹോദരൻ കൂടിയായിരുന്ന ഐദുൽ ഹാജി എന്ന് പറയുന്ന നാട്ടിലെ പൗരപ്രമുഖന്റെ വീട്ടിലേക്ക് കയറി ചെന്ന് അബ്ദുള്ള കാരാത്തോട് ചങ്കൂറ്റത്തോടുകൂടി പറഞ്ഞു, പ്രിയപ്പെട്ട ഹാജിയാരെ, ഞങ്ങളുടെ കൊടികളും തോരണങ്ങളും മറ്റും നശിപ്പിച്ച് ബോർഡ് നശിപ്പിച്ചിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല, നിങ്ങളുടെ പ്രവർത്തകരാണ് അത് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയുന്നത് കൊണ്ട് ഒരു കേസും കൂട്ടവും നടത്തി നാട്ടിൽ സംഘർഷമുണ്ടാക്കാനും മറ്റുള്ളവർക്കിടയിൽ അലോസരപ്പെടുത്താനും ഒരു ചിന്താഗതിക്കാരും മറ്റ് മുസ്ലിം സഹോദരങ്ങളും ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്താൽ മുസ്ലിം ലീഗിനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ മാന്യമായി ജീവിക്കുന്ന ലീഗിന്റെ പ്രവർത്തകർക്കുമാണ് അതിന്റെ മോശം എന്ന് പറഞ്ഞ് ഹൈദരാബാദിയുമായിട്ട് അബ്ദുള്ള സംസാരിക്കുകയും 24 മണിക്കൂർ കൊണ്ട് അദ്ദേഹം മുൻകൈയെടുത്തുകൊണ്ട് പ്രദേശത്ത് SSFന്റെ അതുപോലെയുള്ള ഒരു ബോർഡ് സ്ഥാപിക്കാൻ അവർ തന്നെ മുന്നോട്ട് വരികയും ചെയ്ത ഒരു സന്തോഷകരമായ മുഹൂർത്തം ഇന്ന് അബ്ദുള്ളയെ ഓർക്കുമ്പോൾ എനിക്ക് ഇന്നും ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോഴും ഈ ശബ്ദം കേൾക്കുന്ന ഒരു പക്ഷേ അല്ലിസാബയിൽ SSFന്റെ അല്ലിസാബ ചീഫ് കൂടിയായിരുന്ന അബ്ദുള്ളയെ അന്നു മുതൽ ഇന്നോളം ഒരുപാട് ഹൃദ്യമായി അനുസ്മരിക്കുന്ന, സ്നേഹിക്കുന്ന, അടുത്തറിയുന്ന കൂട്ടുകാർ ഒരു പക്ഷേ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകാം. ഞാൻ പലപ്പോഴും അബ്ദുള്ളയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഓൺലൈൻ സജീവമായി ഉണ്ടാകാറുള്ള കൊടുങ്ങല്ലൂരുള്ള സജാദ് എന്ന് പറയുന്ന അല്ലിസാബയിൽ പ്രവർത്തിച്ചിരുന്ന കൂട്ടുകാരന്റെ മെയിലും മെസ്സേജും പലപ്പോഴുമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 20 ദിവസത്തോളം നടന്ന ആ റാലിയിൽ പങ്കെടുത്ത ഒരൊറ്റ കൂട്ടുകാർക്കും കണ്ണുനീരോടെയല്ലാതെ ഇന്നും അബ്ദുള്ളയെ ഓർക്കാനാവുകയില്ല. അന്നത്തെ റിസാല വാരികയിൽ വന്ന വന്യരായ താഹിർ സഖാഫി മഞ്ചേരിയുടെ ലേഖനം ഇപ്പോഴും ഇടറുന്ന കണ്ണുകളോടെ അല്ലാതെ വായിച്ചു തീർക്കാൻ ഒരൊറ്റ SSFകാരനും സാധിക്കുകയില്ല എന്നുള്ളത് കൂടി ഞാൻ ഇവിടെ അനുസ്മരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഈ പ്രദേശത്ത് ഊരകം പഞ്ചായത്തിലെ SSFനെ സംബന്ധിച്ചിടത്തോളം പ്രദേശത്ത് സുന്നി യുവതയെ ഇത്രയേറെ ശക്തമാക്കിയതിൽ വളരെയേറെ കഠിനാധ്വാനം ചെയ്ത ആ പ്രവർത്തകൻ പ്രസ്ഥാനത്തിന്റെ ജില്ലാ കമ്മിറ്റിയിലേക്കും തുടർന്ന് അങ്ങോട്ട് സംസ്ഥാന കമ്മിറ്റി പോലും പ്രതീക്ഷയോടെ നോക്കിക്കണ്ട ഇഖ്ലാസുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ച്, കരുത്തുറ്റ ഒരു പ്രവർത്തനം കാഴ്ചവെച്ച ആ കൂട്ടുകാരന്റെ വിയോഗം ഞങ്ങളുടെ പ്രദേശത്തിനും സുന്നി പ്രസ്ഥാനത്തിനും കനത്ത നഷ്ടമാണ് എന്നുള്ളത് ഒരിക്കലും പറയേണ്ടതില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പ്രിയപ്പെട്ട അബ്ദുള്ളയുടെ ഖബറിടം പ്രകാശമാക്കി കൊടുക്കുമാറാവട്ടെ. ലോകത്തങ്ങോളം ഇങ്ങോളമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ചെയ്യുന്ന ഓരോ ഖിദ്മയുടെയും സവാബ് സമൂഹത്തിന്, പ്രസ്ഥാനത്തിന്, പ്രാസ്ഥാനിക പ്രവർത്തകർക്ക് ആവേശമായി മാതൃക കാണിച്ച് വിട പറഞ്ഞുപോയ കൂട്ടുകാരന്റെ ഖബറിടത്തിലേക്ക് ജീവിതത്തിലുടനീളം നാം എല്ലാവരും ചെയ്യുന്ന സുഹൃതങ്ങളുടെ സവാബ് റബ്ബുൽ ഇസ്സത്ത് പ്രതിഫലമാക്കി എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, കഴിഞ്ഞ വർഷം നാട്ടിലുള്ള സമയത്ത് കാസർഗോഡ് ജില്ലയിലെ പോത്താങ്കണ്ടം എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ആസീബ് പോത്താങ്കണ്ടത്തിന്റെ സുഹൃത്തുമൊക്കെയായ ഇപ്പോൾ ഒരു മദ്രസ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വന്യരായ പാണക്കാട് സയ്യിദ് കുടുംബത്തിൽ നിന്ന് ആരെയെങ്കിലും മഹാനായ ഖമറുൽ ഉലമാ ഉസ്താദ് ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് പാണക്കാട് കുടുംബത്തിൽ നിന്നൊരു സയ്യിദ് കൂടി വരണമെന്ന ആഗ്രഹം പങ്കുവെക്കുകയും അവരെ ഞങ്ങളുടെ പ്രദേശത്തേക്ക് ക്ഷണിക്കുകയും അന്ന് അവര് ഊരകത്ത് എത്തിയ സമയത്ത്, പാണക്കാട്ടേക്ക് പോകുന്ന സമയത്ത് ആദ്യമായി കാസർഗോഡ് ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് മലപ്പുറത്തെത്തിയ ആ കൂട്ടുകാരൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ഊരകത്തെത്തിയതല്ല, എവിടെയാണ് അബ്ദുള്ളയുടെ ഖബർ എന്നായിരുന്നു ആദ്യമായി എന്നോട് ചോദിച്ചത്. ഞാൻ പറയുന്നത്,
ലോകത്ത് എവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുണ്ടോ, സുന്നി പ്രവർത്തകരുണ്ടോ, അവരിന്നും നീറുന്ന വേദനയായി സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട വെള്ളില ഉസ്താദിനെ, വന്യരായ ഓ ഖാലിദ് സാഹിബിനെ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട അബ്ദുള്ള കാരാത്തോടിനെ, നമ്മുടെ നദീർ കൊടുങ്ങല്ലൂരിനെ, അതുപോലെ ഒട്ടേറെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ ഒരു വികാരമായി ഇന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, ഞാനൊന്ന് നിഷ്കളങ്കമായ മനസ്സോടുകൂടി പ്രിയപ്പെട്ട ഈ ശബ്ദം കേൾക്കുന്ന ആ സാധാരണക്കാരായ ആളുകളോട് ചോദിക്കുന്നു, കേരളത്തിൽ ഏതൊരു പ്രസ്ഥാനത്തിന് പറയാൻ സാധിക്കും, ഏതൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്, ഏതൊരു മതവിദ്യാർത്ഥി സംഘടനക്ക്, ആർക്ക് പറയാൻ സാധിക്കും ഇത്രത്തോളം സ്വന്തം പ്രവർത്തകരെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ, അതല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലൊരു അംഗത്തെക്കാൾ ഉപരി തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കാണാനും വർഷന്റെ ഇത്രയേറെ സങ്കടപ്പെടാനും വിഷമിക്കാനും മാത്രം ഈ ഒരു മഹത്തായ ധാർമ്മിക പ്രസ്ഥാനത്തിലെ അണികൾക്കല്ലാതെ മറ്റാർക്ക് ഇങ്ങനെ ഒരു മനസ്സ് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് നാം ഓർത്തെടുക്കേണ്ടതുണ്ട്. ഇന്നും SSFന്റെ കേരള യാത്രയോടനുബന്ധിച്ച് SSFന്റെ റോഡ് മാർച്ച് മലപ്പുറം വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാർച്ച് ചെയ്യുമ്പോൾ ആയിരക്കണക്കായ കർമ്മധീരരായ SSFന്റെ തൂവെള്ള വസ്ത്രധാരികളായ പ്രവർത്തകർ ആ യാത്ര കാരാത്തോടുന്ന ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോ വരിയായിട്ട് കാരാത്തോട് ജുമാ മസ്ജിദിന്റെ പരിസരം കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടത്തിന് സാക്ഷിയാകുന്ന വിധം ആ പള്ളിപ്പറമ്പത്ത് നിന്ന് പ്രിയപ്പെട്ട അബ്ദുള്ളക്ക് വേണ്ടി സിയാറത്ത് ചെയ്ത് കണ്ണുനീരോടെ ദുആ ചെയ്ത് ആവേശത്തോടെ മടങ്ങിയ രംഗം ഇന്നും സന്തോഷത്തോടെ പ്രദേശത്തെ എന്റെ കൂട്ടുകാരായ ലീഗിന്റെ പ്രവർത്തകർ പോലും പറയുന്നത് കേട്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം ഇന്നും കാരാത്തോടെന്ന് പറയുന്ന പ്രദേശത്തു കൂടെ ബസ്സിൽ കൂടെ പോലും യാത്ര ചെയ്യുന്ന ഒരു SSFകാരൻ അറിയാതെ പ്രദേശത്തുകൂടെ കടന്നു പോകുമ്പോൾ അബ്ദുള്ളക്ക് വേണ്ടി അറിയാതെ ഒരു ഫാത്തിഹ ഓതാനും ഏറ്റവും ചുരുങ്ങിയത് ഒരു വാക്കിലെങ്കിലും ദുആ ചെയ്യാനും മനസ്സ് വെക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഓർത്തു പോയിട്ടുണ്ട്. കുഞ്ഞുനാൾ തൊട്ട് കണ്ടുപരിചയമുള്ള ആ കൂട്ടുകാരനെ പോലെ ആവാൻ, അതുപോലെ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവമെങ്കിലും ജീവിതത്തിലൊന്ന് പകർന്നെടുക്കാൻ നമുക്കൊക്കെ സാധിച്ചിരുന്നെങ്കിൽ എത്ര ധന്യമായിരുന്നു ജീവിതം. പ്രവർത്തനം ചെയ്യുന്ന ഖിദ്മത്തിനും അതിന്റെയൊക്കെ സവാബ്, നാം ഒക്കെ ചെയ്യുന്ന ഏതെല്ലാം നല്ല നല്ല കാര്യങ്ങളുണ്ടോ അതിന്റെയൊക്കെ സവാബ് അദ്ദേഹത്തെ പോലെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ മുൻകഴിഞ്ഞ നമ്മുടെ സഹപ്രവർത്തകരുടെ ഖബറിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് അത്രത്തോളം സംഘടനാ പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായി നിന്ന് ഇതിപ്പോ പറയാൻ ഒരു സംഘടനാ ക്വസ്റ്റ്യൻ പരിപാടി നടത്തിയാൽ എത്രത്തോളം അത് പ്രാവർത്തികമാകുമെന്ന ചിന്ത പലരും പങ്കുവെക്കുന്നത് ഞാനിപ്പോ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ ക്ലാസ് റൂമിന്റെ പ്രിയപ്പെട്ട ചെയർമാൻ ഒന്നരായ KKM സാദി ഉസ്താദ് അടക്കമുള്ള ആളുകൾ ഒന്നരായ ഈ സുന്നി ഗ്ലോബൽ വോയ്സിന്റെ നേതൃത്വം അത് പ്രഖ്യാപിക്കുമ്പോ ഇന്ന് ആവേശത്തോടുകൂടി സുന്നി ഗ്ലോബൽ വോയ്സിന്റെ വെബ്സൈറ്റിൽ നിറഞ്ഞു കവിയുന്ന പ്രതികരണങ്ങളും ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ആവേശത്തോടുകൂടി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ നൽകുന്ന അതിനുള്ള പ്രചോദനങ്ങളും പ്രോത്സാഹനവും കാണുമ്പോൾ ആവേശത്തോടെ ഓർത്തെടുക്കുകയാണ്. കഴിഞ്ഞ 40 വർഷക്കാലം കൊണ്ട് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ നടത്തിയ കർമ്മധീരമായ പ്രവർത്തന മണ്ഡലത്തിലെ ഓരോ മുഹൂർത്തങ്ങളും ഇന്നും തങ്ങളുടെ ഓർമ്മകളിൽ ഒരു ഡയറി പോലെ സൂക്ഷിച്ചു വെക്കാൻ മാത്രം ഈ മഹത്തായ പ്രസ്ഥാനം പ്രവർത്തകരുടെ മനസ്സിൽ കൊത്തിവെക്കപ്പെട്ടു എന്നുള്ള സന്തോഷകരമായ ഒരു അവസ്ഥ നാം ഒന്ന് ഓർത്തു നോക്കുക. കേരളത്തിൽ ഏതൊരു പ്രസ്ഥാനത്തിനെ പറയാനാകും സംഘടനയുടെ പ്രവർത്തകയാണ് വേദിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ള അവർ നടത്തിയ ചർച്ചകളെ കുറിച്ച് പോലും വ്യക്തമായ ഒരു ധാരണയും ഓർമ്മക്കുറിപ്പായി ഡയറി പോലെ ിക്കാനും തങ്ങളുടെ മനതലങ്ങളിൽ നിന്നുള്ളത് കൊണ്ട് സന്തോഷത്തോടുകൂടി പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത്, നല്ലവരായ സുന്നി ഗ്ലോബൽ വോയ്സിന്റെ ശ്രോതാക്കളോട് പറയാനുള്ളത്, സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഓൺലൈൻ സംവിധാനത്തിൽ എത്തിപ്പെടുന്നത് പലരും നമ്മുടെ പ്രവർത്തകരോ പ്രസ്ഥാനത്ത് അടിത്തറിഞ്ഞവരോ ഒന്നുമായിരിക്കില്ല. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ ഒട്ടേറെ പ്രവർത്തകരും അതുപോലെ കർമ്മരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തകരും ഉസ്താദുമാരും ഒക്കെ ഈ ക്ലാസ് റൂം ശ്രദ്ധിക്കുന്നുണ്ടാകും, ശ്രവിക്കുന്നുണ്ടാകും. അതുപോലെ അതിനേക്കാളൊക്കെ ഉപരിയായി
സുന്നത്ത് ജമാഅത്തിന്റെ പവിത്രമായ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഒരിക്കൽ പോലും നേരിട്ട് നാട്ടിൽ നിന്ന് അടുത്തറിയാനോ ഈ സംവിധാനത്തെക്കുറിച്ച് അറിയാനോ സാധിക്കാത്ത ഒട്ടേറെ കൂട്ടുകാർ ശബ്ദം കേൾക്കുന്നുണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചത്. സ്വാഭാവികമായും പറയുന്നു, ഞാനൊരിക്കലും പ്രസ്ഥാനത്തെക്കുറിച്ച് പറയാനോ പ്രസ്ഥാനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു വാക്കുകൊണ്ട് അവകാശപ്പെടാനോ മാത്രം ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനത്തെ മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ വേണ്ടി മാത്രം സാധിക്കുന്ന ഒരു കൂട്ടുകാരൻ എന്ന് നിലയ്ക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു പ്രസ്ഥാനത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് റബ്ബിന്റെ ഖലാ എപ്പോഴാണ് നമുക്കൊന്നും വരാമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മറിച്ച് ഞാൻ ഓർത്തു പോകുന്നു, ഇപ്പോഴും പലപ്പോഴും നമ്മുടെ വാർത്തകളിൽ നിന്ന് കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടുത്ത് കണ്ണമംഗലത്തുള്ള SSFന്റെ ഒരു കൂട്ടുകാരൻ സൽമാൻ എന്ന് പറയുന്ന ഒരു 10ാം ക്ലാസ്സുകാരന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടപ്പോ ആ ഒരു വാർത്ത ലോകത്തിന്റെ മുമ്പിലേക്ക് നിമിഷങ്ങൾ കൊണ്ട് പടർന്നത് SSF എന്നൊരു പ്രസ്ഥാനത്തില് കുഞ്ഞുനാളിൽ വളർന്നു വന്ന കൂട്ടുകാരൻ വെറും 10ാം ക്ലാസ് മാത്രം പ്രായമുള്ള സൽമാൻ എന്ന കൂട്ടുകാരന്റെ മാതാപിതാക്കൾ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട വാർത്ത ഞൊടിയിട കണ്ട് ലോകത്തങ്ങോളമിങ്ങോളമുള്ള പ്രവർത്തകരിലേക്ക് പകർന്നെടുക്കുകയും അപ്പോൾ തന്നെ നമ്മുടെ ക്ലാസ് റൂമിൽ ഒരിക്കലും കാണാത്ത ഒരു ധാരണ പോലുമില്ലാത്ത ആ കുടുംബത്തിന് വേണ്ടി ഫാത്തിഹ ഓതാനും ഖുർആൻ ഓതാനും ആയിരക്കണക്കിന് കുടുംബങ്ങളും കൂട്ടുകാരും മുന്നോട്ട് വന്നത് ഈ ഒരു പ്രസ്ഥാനത്തിനല്ലാതെ ആർക്ക് പറയാൻ സാധിക്കുമെന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂമുകളിലൂടെ പ്രിയപ്പെട്ട അബ്ദുള്ളക്ക് വേണ്ടി ദിക്ർ ചെല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്ത് വെറും 40 ദിവസം നീണ്ടുനിന്ന ആ ദിക്റിന്റെ മജ്ലിസില് അവസാനമായി ഞങ്ങളുടെ യൂണിറ്റായ SSFന്റെ അൻസാറാബാദ് യൂണിറ്റ് സംഘടിപ്പിച്ച അബ്ദുള്ളയുടെ 40ന്റെ അന്ന് സംഘടിപ്പിച്ച മഹത്തായ പ്രാർത്ഥനാ മജ്ലിസിൽ വന്യരായ സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി തങ്ങളുടെ ദുആ ചെയ്യുന്ന സമയത്ത് അന്ന് ദുആയുടെ ദിക്ർ ചൊല്ലിത്തീർന്ന കണക്ക് മാത്രം കിട്ടിയത് 1,84,00,000 തഹ്ലീലിന്റെ കണക്കുകളാണ് അന്ന് വന്നത് എന്ന് ഇപ്പോഴും ഞാൻ ഓർത്തെടുക്കുന്നു. നിങ്ങളൊക്കെ പ്രിയപ്പെട്ട കുഞ്ഞു സഖാഫിയുടെയും ഫാറൂഖ് നഈമി ഉസ്താദിന്റെയും ഒക്കെ അതുപോലെയുള്ള ഒട്ടേറെ പണ്ഡിതർ മഹത്തുക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ ആട്ടീരി തങ്ങളെ പോലെയുള്ള ആത്മീയ നേതാക്കളും കൂറ്റമ്പാറ ഉസ്താദിനെ പോലെയുള്ള ഉസ്താദുമാരുടെയൊക്കെ പ്രഭാഷണങ്ങളിലൊക്കെ ഇന്നും അവർ പ്രിയപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ അന്ന് ഓർമ്മകൾ പങ്കുവച്ചതും എവിടെ നിന്ന് വെച്ച് കണ്ടാലും ഈ കാര്യങ്ങളൊക്കെ പറയുന്നതും, പ്രത്യേകിച്ച് അബ്ദുള്ളയുടെ ആണ്ടുകൂടി അടുത്ത ഈ സമയത്ത് അദ്ദേഹത്തെ കുറിച്ച് ആരന്വേഷിക്കുമ്പോഴും പറയുമ്പോഴും ആ ദിക്റിന്റെ കാര്യം പറയുന്നത് പലരും ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അതിലൊരു കണ്ണിയാകാനും വിവരങ്ങൾ അന്വേഷിക്കാനും അറിയാനും സാധിച്ചിരുന്ന നിലക്ക് ഞാൻ സന്തോഷം നിങ്ങളുമായി ഒന്നുകൂടി പങ്കുവെച്ചു എന്ന് മാത്രം. പ്രിയപ്പെട്ട തെക്കുമല ഉസ്താദ് അടക്കമുള്ള നമ്മുടെ ഒട്ടേറെ അന്ന് ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ അതിനുവേണ്ടി വരികയും പ്രവർത്തിക്കുകയും ചെയ്തത് ഞാൻ ഓർക്കുന്നു. കോടിക്കണക്കിന് ദിക്ർ ഒരു പ്രവർത്തകൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടുകാരന് വേണ്ടിയിട്ട് ചൊല്ലിത്തീർക്കാൻ മാത്രം ആ പ്രവർത്തകൻ ചെയ്ത ഖിദ്മത്ത്, അള്ളാഹുവിന്റെ ദീനിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും സാമ്പത്തികമായി ഒന്നും ചെയ്യാനായില്ലെങ്കിലും ഉലമാക്കളെ സ്നേഹിക്കുകയും ദീനിനു വേണ്ടി ഇഖ്ലാസോടെ പ്രവർത്തിക്കുകയും നാട്ടിൽ നടക്കുന്ന അധാർമിക പ്രവണതകൾക്കെതിരെ തന്റെ ഇടത്തോടുകൂടി പ്രതികരിക്കാനും പ്രദേശത്ത് നടക്കുന്ന എന്തെല്ലാം അനിസ്ലാമിക പ്രവർത്തനങ്ങളുടെയും സ്വാഭാവികമായും അതിലൂടെ ഒരു സുന്നി എന്നുള്ള ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അതിനോട് പ്രതികരിക്കാനുമുള്ള ആർജവം കാണിച്ച അബ്ദുള്ളയെ ഇന്നും പ്രസ്ഥാനം ഓർക്കുന്നത്, അതല്ലെങ്കിൽ മുഅ്മിനീങ്ങൾ ലോകത്ത് അങ്ങോളം ഇങ്ങോളം ഇരുന്ന് ഓർക്കുന്നത് തീർച്ചയായിട്ടും ഈ മഹത്തായ പ്രസ്ഥാനത്തിന് മാത്രം ലഭിക്കുന്ന ഒരു സുഹൃതമാണ് എന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു വരുന്ന തബ്ലീഗ് ജമാഅത്തിന്റെ അസ്വാരസ്യങ്ങൾ ഗ്രാമത്തിലേക്ക് കടന്നു വന്നപ്പോ പ്രിയപ്പെട്ട പത്തപ്രിയം ഉസ്താദ് ഒരു പ്രഭാഷണം നടത്തിയപ്പോ പ്രഭാഷണത്തിലുടനീളം തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും ദുആയിലും ഒക്കെ ഇടറുന്ന വാക്കുകളോടുകൂടി പ്രിയപ്പെട്ട അബ്ദുള്ളക്ക് വേണ്ടി ഉസ്താദുമാർ ദുആ ചെയ്യുന്ന രംഗം നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. കേരളത്തിൽ ഏതെല്ലാം നാട്ടിൽ ഏതെല്ലാം പ്രദേശത്ത് എത്ര ചെറുപ്പക്കാർ മരണപ്പെട്ടു പോകുന്നു, ഏതെല്ലാം പ്രസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വിട പറഞ്ഞു പോകുന്നു. ഞാൻ ഓർക്കുന്നു, ഭാഷാ സമരത്തിന് വേണ്ടി മലപ്പുറത്ത് നേതാക്കന്മാർ മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്ത 3 പ്രവർത്തകരാണ് മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ എന്ന് പറയുന്ന 3 രാഷ്ട്രീയ പ്രവർത്തകർ. ഇന്നും
കൂട്ടുപ്രാർത്ഥന ശിർക്കാണെന്നും അതല്ലെങ്കിൽ അത് ദീനിന് പുറത്തു പോകുന്ന ആശയമാണെന്നും പരസ്യമായി പ്രസംഗിക്കുകയും അത് പ്രസംഗിക്കുന്നവർക്ക് പ്രചോദനം കൊടുക്കുകയും നൽകുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് KPA മജീദ്. അദ്ദേഹം പോലും വെറും പൊറാട്ട് നാടകം പോലെ തന്റെ അണികളെയോ പ്രസ്ഥാന നേതാക്കന്മാരെയോ ഒരു വെറും വിഡ്ഢികളാക്കുന്ന വിധം മജീദിന്റെയും റഹ്മാന്റെയും കുഞ്ഞിപ്പായുടെയും കബറിടത്തിൽ പോയി ഒരു നാടകം പോലെ കൈയുയർത്തി നിൽക്കുന്ന രംഗം പലപ്പോഴും നമുക്കൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ കാണേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കലും വ്യക്തിഹത്യ നടക്കുകയോ ഒരു പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്തുകയോ എന്റെ ലക്ഷ്യമല്ല, മറിച്ച് ഉള്ളിന്റെ ഉള്ളിൽ ഇത് ശിർക്കാണെന്നും തെറ്റാണെന്നും ദീനിൽ പുറത്തു പോകുന്ന കാര്യമാണെന്ന് വരെ പരസ്യമായി പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുകയും അതോടൊപ്പം സുന്നികളായ അണികളെ പൊട്ടീസാക്കാൻ വേണ്ടി ഒരു നാടകം പോലെ ഖബറിന്റെ മുമ്പിൽ പോയി കൈയുയർത്തുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട സ്വഭാവം മറ്റു ഭാഗത്തു നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, ഒരിക്കൽ പോലും ഇതിനുവേണ്ടി ഒരു മജ്‌ലിസ് സംഘടിപ്പിക്കുക പോലും ചെയ്യാതെ തങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഇന്നും 5 വക്തിലും ദുആ ചെയ്യുന്നതിനിടയിൽ ഇതുപോലെ സ്വന്തം പ്രവർത്തകരെ ഓർത്തെടുക്കുന്ന ഒരു പ്രസ്ഥാനം ലോകത്ത് മറ്റൊന്നും ഉണ്ടായിരിക്കില്ല എന്ന അഭിമാനത്തോടു കൂടി SSFന്റെ പ്രവർത്തകർക്ക് പറയാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രസ്ഥാനത്തെ സ്നേഹിൽ മലപ്പുറം ജില്ലയിലും കൊടുവള്ളിയിലും വയനാടും ഒക്കെയായി നാം കേട്ടറിഞ്ഞ ദുരന്ത വാർത്തകൾ, മഹത്തായ ധാർമ്മിക പ്രസ്ഥാനത്തിനു വേണ്ടി ജീവനർപ്പിച്ച 4 പ്രിയപ്പെട്ട കൂട്ടുകാരെ നാം ഓർത്തെടുക്കുന്നു. ഇപ്പോഴും അമ്പലക്കണ്ടിയിലെ അബ്ദുൽ ഖാദറും ഗൂഡല്ലൂരിലെ പൂക്കോടൻ അബ്ദവും അതുപോലെ മഹാനായ കുണ്ടൂർ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ കുഞ്ഞുവും കിടങ്ങേറ്റ കുട്ടിക്കടക്കമുള്ള പ്രിയപ്പെട്ട നമ്മുടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഇഖ്ലാസോടെ പ്രവർത്തിച്ചതിന് വേണ്ടി സമുദായത്തിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, നാം ഒന്ന് ഓർത്തു നോക്കുക. എന്തിന്റെ പേരിലാണ് ഈ സമുദായത്തിന് 4 ജീവൻ നഷ്ടപ്പെട്ടു പോയത്? അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഇഖ്ലാസോടെ എന്നതിനപ്പുറം ഒരു തെറ്റും ആ കൂട്ടുകാർ ചെയ്തിരുന്നില്ല. ഇന്നും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ഭാഗങ്ങളിൽ നിന്ന് ആ ഒരു പ്രവർത്തനം ചെയ്തതിന്റെ പേരിൽ ദീനീ പ്രവർത്തകർക്ക് നേരെ ക്രൂരമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഈ പ്രസ്ഥാനം മറ്റാർക്കും നേടിയെടുക്കാൻ കഴിയാത്ത വിധം ജനസ്വാധീനവും ഇത്രയേറെ അക്രമങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ഒരു കേസ് പോലും, ക്രിമിനൽ കേസിൽ പോലും പ്രതികളാകാത്ത നിഷ്കളങ്കരായ ഇഖ്ലാസുള്ള പ്രവർത്തകർ എല്ലാം അല്ലാഹുവിൽ തവക്കുലാക്കി അജയ്യരായ നേതാക്കന്മാരുടെ കീഴിൽ ആർജവത്വത്തോടുകൂടി ഏതെല്ലാം അക്രമങ്ങൾ വന്നാലും സന്തോഷത്തോടുകൂടി ഇഖ്ലാസോടുകൂടി പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ സമൂഹത്തിൽ അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കുകയും കേരള സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കും തന്നെ സേന കഴിഞ്ഞാൽ ഇത്രയും കെട്ടുറപ്പുള്ള ഒരു പ്രസ്ഥാനം രാജ്യത്ത് വേറെ ഉണ്ടാവില്ല എന്ന് പറയാൻ മാത്രം കെട്ടുറപ്പും അച്ചടക്കവും അന്തസ്സോടും കൂടി പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് എന്തുകൊണ്ടും നമ്മുടെ ബാല്യങ്ങളെ വളർത്തിയെടുക്കാൻ ധൈര്യമായിട്ട് പ്രവർത്തകർക്ക്, രക്ഷിതാക്കൾക്ക്, നമ്മുടെ ഉമ്മമാർക്ക് നീ ഒരു SSFകാരനായിക്കോ അതല്ലെങ്കിൽ SBSകാരനായിക്കോ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവരുമായിട്ട് പങ്കെടുത്തോ എന്ന് ധൈര്യമായിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ മാത്രം ധൈര്യമായിട്ട് പറഞ്ഞേക്കാൻ പറ്റിയ ഏതൊരു സംഘടനയുണ്ട് നമ്മുടെ നാട്ടിൽ? ഞാൻ ഓർത്തുപോകുന്നു, മർഹൂം O ഖാലിദ് സാഹിബ് എന്ന് പറയുന്ന മഹാമനീഷിയുടെ സ്മരണിക വായിക്കുന്ന ഉമ്മ പങ്കുവെച്ച ഒരു ഓർമ്മ. പലപ്പോഴും ആ ഉമ്മയോട് മകൻ കടന്നു വരുന്നത്, ഇക്കാലത്ത് മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം, എങ്ങോട്ടാണ് ആ മകൻ പോകുന്നത്, എന്താണ് അവന്റെ ജോലി, എന്തിനാണ് അവൻ പോകുന്നത്. അപ്പോൾ ആ മാതാവ് ധൈര്യസമേതം മറുപടി പറയുമായിരുന്നു, എന്റെ മകനെ അള്ളാഹുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്, അവൻ ദീനീ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുന്നത്, ഞാനവനെ ചോദ്യം ചെയ്യില്ല എന്ന് പറയാൻ ഏതൊരു ഉമ്മാക്ക് ഇന്നത്തെ കാലത്ത് SSFകാരുടെ ഉമ്മാക്കല്ലാതെ ആർക്ക് പറയാൻ സാധിക്കുമെന്ന് നമുക്ക് ധൈര്യമായി ചോദിക്കാൻ കഴിയും. കാരണം ഞാൻ തീർത്ത് പറയുകയാണ്, നമ്മുടെ പ്രദേശത്തൊക്കെ ത്തിന്റെയും തെഹ്ലീലിന്റെയും UP സെക്ഷൻ കഴിഞ്ഞ് ഹൈസ്കൂളിലെത്തുമ്പോഴേക്ക് പാൻപരാഗും കള്ളും കുടിച്ച് ശീലിക്കുന്ന പ്രവണതയ്ക്ക് സാക്ഷിയാവുകയും, മുമ്പ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് അതൊക്കെ നാട്ടിൽ നിന്ന് ഞാൻ സാക്ഷിയായതാണ്. നാട്ടിലെ ടവലിട്ട് 5 വക്തിലും പള്ളിക്ക് വരുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ
സ്വന്തം അനുജനെ കടയിലേക്ക് പറഞ്ഞയക്കുന്നത് വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങുന്നതിനോടുകൂടി പാൻപരാഗ് വാങ്ങാനുള്ള ക്യാഷ് കൂടി കയ്യിൽ കൊടുത്തുകൊണ്ടാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, തങ്ങളുടെ ഒരു പ്രവർത്തകൻ പോലും പാൻ മസാല ഉപയോഗിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യില്ല എന്നുള്ളത് പറയാൻ മാത്രം കെട്ടുറപ്പുള്ള ഒരു ധാർമ്മികാന്തരീക്ഷം പ്രവർത്തകർക്കിടയിൽ വളർത്തിയെടുക്കാൻ അൽഹംദുലില്ലാഹ് ഈ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രവർത്തകർക്ക് സമരമാണ് ജീവിതം എന്ന പ്രമേയം കേരളത്തിൽ മറ്റാരും നടത്തുന്ന സമരമല്ല SSF നടത്തുന്നത്. സമരം സ്വന്തം ജീവിതത്തോടാണ്, സ്വന്തം സമൂഹത്തോടാണ്, സ്വന്തം കുടുംബത്തോടാണ്. നമ്മുടെ മക്കളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽവാസികളിൽ വളർന്നു വരുന്ന അധാർമിക പ്രവണതകൾക്കിടയിൽ നിന്ന് സമൂഹത്തെ ധർമാന്തരീക്ഷത്തിലൂടെ വഴി നടത്താൻ പ്രാപ്തമായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നത് മാത്രമാണ് SSFന്റെ സമരം. ആ സമരമാണ് സമൂഹത്തിന്റെ മുമ്പിലേക്ക് SSF വളർത്തിക്കൊണ്ടുവരുന്ന ഒരു യുവത സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത്. കേരളത്തിൽ ഇത്ര തന്റേടത്തോടെ ഈ പ്രമേയം മുന്നോട്ട് വെക്കാനും പറയാനും അതിനുവേണ്ടി പ്രസംഗിക്കാനും മനസ്സറിഞ്ഞ് അതിനുവേണ്ടി രണ്ട് കലിമത്ത് പറയാനും ചങ്കുറപ്പുള്ള ഏതൊരു നേതാവിനെ കാണാൻ സാധിക്കും. രാഷ്ട്രീയക്കാരന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മുതൽ പുലരി തൊട്ട് വൈകുന്നേര സമൂഹത്തിന്റെ മുമ്പിൽ ഒരു നാവും, അതിനപ്പുറം അകത്ത് ചെന്നാൽ മറ്റൊരു പ്രവർത്തനവും കാഴ്ചവെക്കുന്ന പോലെ പല സംഘടനകളും വേദികളിൽ കയറി ചെന്നാൽ കേൾക്കുന്ന ഒരു കോപ്രായങ്ങൾ മാത്രമായി മാറുന്ന ഒരു കാലത്ത് തന്റെ ഇടത്തോടുകൂടി തങ്ങളുടെ ആദർശത്തിനു വേണ്ടി ഒരു പ്രമേയത്തെ സമർപ്പിക്കുകയും ആ പ്രമേയം സമൂഹത്തിന് മുമ്പിൽ ആർജവത്തോടെ പറയാനും സമൂഹം അത് ഏറ്റെടുക്കാനും സാഹചര്യമൊരുക്കുന്ന ഒരു അന്തരീക്ഷം ഈ മഹത്തായ പ്രസ്ഥാനത്തിനല്ലാതെ കാണാൻ സാധിക്കില്ല എന്നുകൂടി നാം ഓർക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹത്തായ പ്രസ്ഥാനത്തിന് ഇസ്സത്തോടെ കേരളീയ സമൂഹത്തിൽ പ്രവർത്തിക്കാനും എല്ലാ കുപ്രചരണങ്ങളും ഫസാദുകളിൽ നിന്നും കാത്തുരക്ഷിക്കാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാം നമ്മുടെ തലമുറകൾക്കും ഈ മഹത്തായ ധാർമ്മികാന്തരീക്ഷത്തിൽ വളരാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത്, ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത് അബ്ദുള്ളനെ ഓർത്തെടുത്തതും ഊരകത്ത് നിന്ന് മഹാനായ ഖമറുൽ ഉലമാ ഉസ്താദ് എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞങ്ങളുടെ പ്രദേശത്ത് ആദ്യമായി വന്നെത്തുന്ന ഒരു സുമോഹനമായ ദിവസത്തിന് ഇന്ന് സാക്ഷിയാകുന്ന സന്തോഷം കൂടി നിങ്ങളോട് പങ്കുവച്ചപ്പോൾ സ്വാഭാവികമായി പറഞ്ഞുപോയതാണ്. മാനിക്കുന്ന അവിടുത്തെ സുന്നത്തിനെ പവിത്രമായി കരുതുന്ന അവിടുത്തെ കൂടി പണ്ഡിതന്മാരുടെയും സയ്യിദന്മാരുടെയും കീഴിൽ ഒരാൾക്കും പ്രയാസം സൃഷ്ടിക്കാതെ നാടിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും നമ്മുടെ അയൽവാസികൾക്കും നാട്ടുകാർക്കും എല്ലാം വേണ്ടി നന്മയോടെ പ്രവർത്തിക്കാനും നന്മയ്ക്കു വേണ്ടി മാത്രം ശബ്ദിക്കാനും നന്മയുടെ വാഹകരായി തീരാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത്, ഇൻഷാ അല്ലാഹ് നമ്മുടെ ദായിമാർ ലൈവിന് വേണ്ടി പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. അതുവരെ ഉസ്താദുമാരും മറ്റ് അഡ്മിന്മാരും മൈക്ക് കെയർ ചെയ്യണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തി മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.